നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വഖഫ് ബില്ലും അതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം കൊണ്ടുവരലും വഖഫിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കയറ്റലും അങ്ങനെ കുറേ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത് മുസ്ലിം ക്രിസ്ത്യാനികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യത്തിൽ നിൽക്കണം. അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തെ അത് മനസ്സിലാക്കാതെ കുറെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ അതിന്റെ പുറകിൽ പോയി എന്ന് മാത്രം. പിന്നീട് അവർക്ക് അതിന്റെ തിരിച്ചറിവ് വന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ സംഘികളുടെ രാഷ്ട്രീയ കളിയാണ്. നമുക്ക് ഇതിനെങ്ങനെ പരിഹരിക്കാന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റും കോടതികളും ഒന്നുമല്ല, നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ജാതി മതം നോക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. 600ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ഈ വഖഫിന്റെ ഭൂമി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് തർക്കം വന്നിട്ടുള്ളത്. സത്യത്തിൽ ഇത് ഇത്രമാത്രം ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും ഫറൂഖ് കോളേജിനാണ് ഒരു കാശ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ തെളിവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ഫറൂഖ് കോളേജിൽ നിന്ന് കാശ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വിൽക്കാൻ ഫറൂഖ് കോളേജിന് ഒരിക്കലും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എന്തൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് തിരിച്ചു വാങ്ങാന്നുള്ളതാണ്. ഇത് കച്ചവടം ശരിക്കും വഖഫുമായിട്ട് നടത്തിയിട്ട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർ വർഷങ്ങളായിട്ട് അവരുടെ തലമുറ താമസിക്കുന്ന സ്ഥലമാണെന്നാണ്. അപ്പൊ അത്രത്തോളം ഇമോഷണലി ഭയങ്കര ഒരു കണക്ഷൻ എന്തായാലും ആ സ്ഥലവുമായിട്ടുണ്ടാവും. അവിടുന്ന് മാറി പോകാന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇത് ജാതി മതമൊക്കെ മറന്നതായിട്ട് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഡീൽ നടത്താന്നുള്ളതാണ്. മാന്യമായിട്ടുള്ള ഒരു എന്താ പറയാ വില, അമിതമായിട്ടുള്ള വില അല്ല, ഒരു മാന്യമായിട്ടുള്ള ഒരു വില അങ്ങോട്ടും ഇങ്ങോട്ടും നിശ്ചയിച്ചും കേട്ട് ഇത് വഖഫിന്റെ കയ്യിൽ നിന്ന് അവർക്ക് സ്ഥലം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് നിയമപരമായിട്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതിരുന്ന് കൂടിയിരുന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. അതിന് സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ ഈ 600 കുടുംബങ്ങളുടെ പ്രതിനിധികൾ ആരാണോ അവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇതിലൊരു പ്രൈസ് തീരുമാനിച്ച് ആ പ്രൈസ് കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ള കാശ് തിരിച്ചു വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ഈ ഭൂമി അവരുടെ പേരിലാക്കുക. ഇതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് എത്രത്തോളം ഈസി ആയിട്ട് സുതാര്യമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട കാര്യം. അല്ലാതെ ഇത് കുറെ കേസിന് പോയി കുറെ സംഘങ്ങൾ ഇതിൽ ഇടപെട്ട് സുരേഷ് ഗോപിയെ പോലത്തുള്ള കുറെ ആളുകൾ ഇതിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു, കുറെ ക്രിസ്ത്യാനി നേതാക്കന്മാർ വന്നു കേട്ട് കുറെ ചാനലിൽ വന്ന് ചർച്ച ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കുറെ മുസ്ലിം സമുദായിക നേതാക്കൾ പോയി. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാൻ ഉറപ്പായിട്ടും അധികാരവും അവകാശമുണ്ട്. പക്ഷെ ആ ഭൂമി മറ്റൊരാളുടേതാണെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളൊരു മര്യാദ കൂടി അതിനകത്തുണ്ട്. അത് വഖഫിന്റെ സ്ഥലമായതിന്റെ പേരിൽ വഖഫുമായിട്ട് അത് സംസാരിച്ച് വഖഫിന്റെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് ആരാണോ അവരുമായി സംസാരിച്ച് ഫൈനലാക്കിയിട്ട് നമ്മൾ ആ സ്ഥലം നമ്മുടെ പേരിലേക്ക് എഴുതി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പരിഹാരം. അത് ഈ പറയുന്ന പോലെ നിയമപരമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ശരിക്കും നിയമം പഠിച്ചിട്ടുള്ള ആളുകളെ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കണം. ഈ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ഇവിടുത്തെ കളക്ടർ പങ്കെടുക്കണമെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക നേതാക്കൾ എല്ലാവരും പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആ നാട്ടിലുള്ള ആളുകളുടെ ഒപ്പമാണ്. കാരണം അവർ ജീവിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് പോകാനൊന്നും അവരെക്കൊണ്ട് സാധിക്കില്ല. ആ സ്ഥലം അവരുടെ പേരിൽ തന്നെ എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭൂമിയുണ്ട് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പൊ നമ്മൾ മാനസിക പരിഗണന അവിടെ എന്ത് ചെയ്യണം, കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇതുമായി സഹകരിക്കാൻ പറ്റും വഖഫിന് അവർ സഹകരിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം. മറ്റുള്ളതൊക്കെ ചാനൽ ചർച്ചകളും മറ്റു വിഷയങ്ങളും ഒരുപക്ഷെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത. ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് വഖഫിന്റെ വിഷയം. കേന്ദ്ര സർക്കാർ അത് വെറുതെയാണ്. കേന്ദ്ര സർക്കാർ വഖഫിലെ ആളുകളെ കയറ്റണം എന്നൊക്കെ പറഞ്ഞാൽ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വെറുതെ, അതൊക്കെ എന്താ പറയാ ഒരു രസം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അടുപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണ്. ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികളെ തലോട്. അതൊക്കെ ഇവരുടെ രാഷ്ട്രീയ കളികൾ മാത്രമാണ്. ഇവർക്ക് ഇതിൽ ഒരുപാട് ലാഭം കൊയ്യാൻ പറ്റും. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കത്തിച്ചു നിർത്താന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാരണം. ഇതിൽ BJP ഇടപെട്ട് ഇത്ര വഷളാക്കിയതിനു ശേഷമാണ് സത്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയത്. തുടക്കത്തിലെ ഇത് ബുദ്ധിപരമായ നീക്കം തുടക്കത്തിലേ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വിഷയമൊന്നും ഈ രീതിക്ക് വരില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ നിയമം അറിയാവുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, ഇപ്പോൾ കളക്ടർ പോലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ സാമുദായിക നേതാക്കൾ വഖഫിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 600 കുടുംബങ്ങളിന്റെ പ്രതിനിധി ആരാണ് അവർ വന്ന് പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ആലോചിക്കുകയാണ്. ഫറൂഖ് കോളേജിന്റെ പ്രതിനിധികളെയും ഇവിടെ കൊണ്ടു നിർത്തണം. അതിന്റെ പേപ്പറും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ഫൈനലാക്കിയിട്ട് നമുക്ക് ഞങ്ങൾ ഇത്ര തിരിച്ചു തരാം, ഞങ്ങൾ ഇവർക്ക് ഇത്ര കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫൈനലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ പേരിലേക്കാണ്ട് എഴുതി കൊടുക്കുക, പരിപാടി തീർന്ന്. ഇതിന് വേണ്ടി കേട്ട് ആരൊക്കെയാണ് മെനക്കെടാൻ വേണ്ടിയിട്ട് വരുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് വേണ്ടി മുമ്പിൽ നിന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്? അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാതെ ഞങ്ങൾ പരിഹരിച്ചില്ലാന്ന് പറഞ്ഞായിട്ട് കൊണ്ടേങ്ങായിട്ട് കേസും കൊടുത്ത് കോടതി എങ്ങനെ പരിഹരിക്കുക? വഖഫിന്റെ ഭൂമി കോടതി എങ്ങനെ പരിഹരിക്കും? ഇവർക്ക് എങ്ങനെ കൊടുക്കും? വഖഫ് അത് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതില് സ്റ്റേ ചെയ്തിട്ടോടെ കിടക്കുക. അങ്ങനെയല്ല, ഇതില് നമ്മള് കുറെ കാര്യങ്ങളൊക്കെ കോടതിന്റെ പരിഗണനയിലേക്കോ അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാഗത്തേക്കോ കളയാതെ നമ്മൾ പരസ്പരം മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും നല്ല ബുദ്ധിയും ബോധമുള്ള ആളുകളാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുടുംബങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് പരസ്പരം ഇരുന്ന് സംസാരിച്ചിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ തീർക്കണം എന്നുള്ളതാണ്. ഞാൻ എന്തായാലും നമ്മള് ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ വഖഫിന്റെ കൂടെ നിന്നിട്ട് ആ ഭൂമി ഞങ്ങളതാണ്, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മുസ്ലിം ഇവിടെ കാണിച്ചിട്ടില്ല. ഒരു മുസ്ലിമും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ടും എന്റെ അറിവിലില്ല.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറയെ നമ്മൾ കൊടുക്കും. ഇത് എല്ലാവരും വഖഫിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടുന്ന ആളുകളൊക്കെ ആ 600 കുടുംബങ്ങളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ കേരളക്കാരെ മൊത്തം 600 കുടുംബങ്ങളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരും, പിന്നീട് അവരുടെ സ്ഥലം ഭൂമി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്ത വേണ്ട. കാരണം ഇത് പരിഹരിക്കുന്നത് വരെ നമ്മളെല്ലാവരും ആ 600 കുടുംബങ്ങളുടെ ഒപ്പം തന്നെയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.